ഈ ഇൻട്രോ കാണുമ്പോഴും തംബ്നെയിൽ കാണുമ്പോഴും അധികം ഗേൾസ് ആയിരിക്കും തോന്നുന്നു ഇത് കാണുന്നുണ്ടാവുക. കാലത്ത് ബോയ്സിനും ഗേൾസിനും ഈക്വലി അറിയാം എന്താണ് പീരീഡ്സ് എന്നൊക്കെ. അത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അവരും കറക്റ്റ് കുറച്ചറിവല്ലാതെ കുറച്ചും കൂടി എക്സ്പീരിയൻസ് പറയുന്നതും സ്റ്റോറീസ് ഒക്കെ കേൾക്കുന്നത് നന്നായിരിക്കും. ഈവൻ അവരുടെ വൈഫിനോ സിസ്റ്ററിനോ അമ്മയ്ക്കോ ആർക്കായാലും അതൊക്കെ ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും അവർ എന്തൊരു സ്റ്റേജിലൂടെയാണ് കടന്നത്. ഹലോ, വെൽക്കം ബാക്ക് ടു എപ്പിസോഡ് 3 ഓഫ് ലൈഫ് ടോക്സ്. എനിക്ക് ചെറിയ കോൾഡ് ഒക്കെ ആയിരുന്നു, അത് കംപ്ലീറ്റ്ലി മാറിയിട്ടില്ല. അതുകൊണ്ടാണ് സൗണ്ട് കുറച്ച് ബാസ് പോലെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ലൈഫ് ടോക്സിലെ നമ്മുടെ മെയിൻ ടോപ്പിക് പീരീഡ്സ് ആണ്. അപ്പൊ ഞാൻ എന്റെ പീരീഡ്സ് എക്സ്പീരിയൻസ് കംപ്ലീറ്റ്ലി ഷെയർ ചെയ്യാന്ന് വെച്ചു. പീരീഡ് സ്റ്റോറി ആൻഡ് എന്റെ പീരീഡ്സ് ടൈമിൽ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എന്റെ സ്റ്റോറി പറഞ്ഞു തുടങ്ങാം. അപ്പൊ എന്റെ പീരീഡ് സ്റ്റോറി പറയുമ്പോ ഞാൻ പീരീഡ്സ് ആയ തൊട്ടുള്ള കഥ പറയണം. ഓക്കെ, എനിക്ക് പീരീഡ്സ് ആയത് 5th സ്റ്റാൻഡേർഡിൽ വെച്ചിട്ടായിരുന്നു. അപ്പൊ അന്നത്തെ ഒരു സമയത്തൊക്കെ എന്റെ ഇയർലി പീരീഡ്സ് ആയിരുന്നു. കാരണം 5th സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറയുന്നത് കുറച്ച് ഇയർലി പീരീഡ്സ് ആയിരുന്നു. അന്ന് നമുക്ക് പീരീഡ്സ് ആവണതിന് മുന്നേ ക്ലാസ്സുകൾ എടുത്ത് തരിക, പീരീഡ്സ് ആവുമെന്ന് പറയാ, അങ്ങനെയൊന്നും സത്യത്തിൽ ഇല്ലായിരുന്നു. പക്ഷെ എന്റെ ഒരു കസിൻ സിസ്റ്റർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തേക്ക് കുറച്ച് നാൾ, എനിക്ക് ആവുന്നതിന്റെ കുറച്ച് നാൾ മുന്നാണ് പുള്ളിക്കാരത്തേക്ക് പീരീഡ്സ് ആയത്. അപ്പൊ പുള്ളിക്കാരത്തി എനിക്ക് ഇതിനെപ്പറ്റി, നമുക്ക് ഈ സ്റ്റേ ഫ്രീയുടെ ഒക്കെ പരസ്യം വരുമല്ലോ, അപ്പൊ ഞാനിങ്ങനെ ചോദിക്കുമായിരുന്നു ഇതെന്ത് സാധനം എന്നൊക്കെ. അപ്പൊ പുള്ളിക്കാരത്തി എനിക്ക് പറഞ്ഞു തരുമായിരുന്നു, നമുക്ക് ഇങ്ങനെ ബ്ലഡ് വരും, ആ ബ്ലഡ് വരുമ്പോ വെക്കാനുള്ള സാധനമാണ് ഇത്, നിനക്കും കുറച്ച് നാൾ കഴിയുമ്പോൾ വരും എന്നൊക്കെ പുള്ളിക്കാരത്തി പറഞ്ഞു തരുമായിരുന്നു. അല്ലാതെ എനിക്ക് വേറെ ആരും ഇതിനെപ്പറ്റി യാതൊരുവിധ ഐഡിയയും തന്നിട്ടില്ല. പിന്നെ അങ്ങനെ ഞാൻ 5ാം ക്ലാസ്സിന്റെ വെക്കേഷന് ഞാനിങ്ങനെ ഇരിക്കുമ്പോ ഞാൻ ഒരു ദിവസം കുളിക്കാൻ പോയപ്പോ എന്റെ പാൻറ്റീസിൽ എന്തൊക്കെയോ കുറെ സാധനങ്ങൾ, എനിക്ക് ബ്ലഡ് ആയിട്ടേ എന്നത് തോന്നിയില്ല, എന്തൊക്കെയോ സാധനം. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് എന്തപ്പോ സാധനം. എന്നിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് കണ്ട് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, അമ്മ എന്റെ പാൻറ്റീസിൽ എന്തോ സാധനം. അപ്പൊ അമ്മ എന്നോട് പറഞ്ഞു, നിനക്ക് പീരീഡ്സ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ എന്നോട് പറഞ്ഞു, ഇനി എല്ലാ മാസവും ഇത് വരും, 7 ദിവസം ഉണ്ടാവും, അപ്പൊ നമ്മള് കറക്റ്റ് ആയിട്ട് അതിനെ പാഡ് വെച്ച് ശരിയാക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആദ്യം യൂസ് ചെയ്ത് തുടങ്ങിയത് ക്ലോത്ത് പാഡ്സ് ആണ്. അതായത് ക്ലോത്ത്, ഒരു കഷ്ണം തുണി എടുത്തിട്ട് അതിങ്ങനെ മടക്കി ഒരു പാഡിന്റെ ഒരു കട്ടിയിലാക്കിയിട്ട് നമ്മൾ അത് വെച്ചിട്ട് യൂസ് ചെയ്യും. അതാണ് എൻ്റെ മമ്മ എനിക്ക് കാണിച്ചു തന്ന മെത്തേഡും ഞാൻ അത് തന്നെയാണ് യൂസ് ചെയ്തായിരുന്നതും. കാരണം ഈവൻ അമ്മയ്ക്കും പാഡ്, അതായത് സ്റ്റേ ഫ്രീ പോലത്തെ പാഡ് എങ്ങനെ യൂസ് ചെയ്യാന്ന് അറിഞ്ഞൂടാ, എനിക്കും അമ്മ പറഞ്ഞു തരാത്തോണ്ട് ഒബ്വിയസ്ലി എനിക്കും അറിഞ്ഞുകൂടായിരുന്നു. അപ്പൊ നമുക്ക് പിന്നെ അത് എങ്ങനെ ഡിസ്പോസ് ചെയ്യണം അങ്ങനെ ഒരു കാര്യങ്ങളും നമുക്ക് അറിയില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് കൂടുതൽ കംഫർട്ടബിൾ എന്ന് പറയുന്നത് ക്ലോത്ത് പാഡ്സ് യൂസ് ചെയ്യുമായിരുന്നു. അപ്പോ അങ്ങനെയാണ് എന്റെ പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റാർട്ടിങ് കുറെ നാള് എനിക്ക് പീരീഡ്സ് ആയാലും യാതൊരുവിധ പ്രശ്നവും ഇല്ലായിരുന്നു. എനിക്ക് വയറുവേദന ഇല്ലായിരുന്നു, എനിക്ക് നടുവേദന ഇല്ലായിരുന്നു, അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളും എനിക്കില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പീരീഡ്സ് കുറച്ചുകൂടി കംഫർട്ടബിൾ പീരീഡ്സ് ആയിരുന്നു. പക്ഷെ ബ്ലീഡിങ് നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. പീരീഡ്സിന്റെ ഒരു നേച്ചർ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് 2 ദിവസം ഹെവി ബ്ലീഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെവി ബ്ലീഡിംഗ് ആയിരിക്കും. 3rd ഉം 4th ഉം ഒരു നോർമൽ കൈൻഡ് ഓഫ് ബ്ലീഡിംഗ് ആയിരിക്കും. ആൻഡ് 5th ഉം 6th എന്ന് പറയുന്നത് കുറച്ചൊരു അതായത് കഴിയാൻ പോകുന്നു എന്നുള്ളൊരു രീതിക്കുള്ള ബ്ലീഡിംഗ് ആയിരിക്കും. ആൻഡ് 7th ഡേ സ്പോട്ടിങ് ആയിരിക്കും. അങ്ങനെ അങ്ങ് പോയി. ആൻഡ് 9th വെച്ച് എനിക്ക് അപ്പൻഡിക്സ് വന്നു. അപ്പൻഡിക്സ് കുറച്ച് സീനായിട്ടാണ് വന്നത്, അതുകൊണ്ട് ഓപ്പറേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് പിന്നീടാവുന്ന പീരീഡ്സിൽ എനിക്ക് ഭയങ്കര വയറുവേദനയായിരുന്നു. ഫസ്റ്റ് 2 ദിവസം വയറുവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറുവേദന അറ്റ് ഇറ്റ്സ് പീക്കാണ്. അത്രയും വയറുവേദനയാണ്. അതിന്റെ കൂടെ കാല് കഴയ്ക്കും. എനിക്ക് വയറുവേദനയെക്കാളും കുറച്ചുകൂടി കഷ്ടപ്പാടായിട്ട് തോന്നിയത് കാല് കഴക്കലാണ്. ഈ എല്ലാ സമയത്തും ഞാൻ യൂസ് ചെയ്തിരുന്നത് ക്ലോത്ത് പാഡ്സ് തന്നെയാണ്. ഈവൻ ദോ സ്കൂളിൽ പോകുമ്പോഴായാലും ഞാൻ ക്ലോത്ത് പാഡ്സ് വെച്ചിട്ട് തന്നെയാണ് സ്കൂളിൽ പോവാറ്. എനിക്കത് കംഫർട്ടബിൾ ആയിരുന്നു. പോവാനുള്ള ആ ഒരു ടൈം ആയപ്പോ ഞാൻ വിചാരിച്ചു, ഇപ്പൊ കോളേജിൽ പോകുമ്പോൾ നമുക്ക് ക്ലോത്ത് പാഡ് എന്ന് പറയുന്നത് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പൊ അപ്പോഴേക്കും എനിക്ക് ഏകദേശം എങ്ങനെ മറ്റേ സാനിറ്ററി പാഡ് യൂസ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ കിട്ടിയായിരുന്നു. അപ്പോ ഓക്കെ, എന്നാ പിന്നെ
നമുക്ക് സാനിറ്ററി പാഡ് യൂസ് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട്, ഈ സാനിറ്ററി പാഡ് ഞാൻ വീട്ടിലായിരിക്കുമ്പോൾ യൂസ് ചെയ്യാത്തതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഇതിന്റെ ഡിസ്പോസലാണ്. ഇത് ഡിസ്പോസ് ചെയ്യാൻ ഭയങ്കര പാടാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര പാടാണ്. നമ്മൾ ഇത് രണ്ടും പൊളിച്ച് സെപ്പറേറ്റ് ചെയ്ത് കത്തിച്ച് അങ്ങനെയൊക്കെ കളയണം. അതാണെങ്കിൽ ഇത് കത്താൻ ഭയങ്കര പാടാണ്. ഇതൊന്ന് കത്തി പോണ്ടേ. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി എളുപ്പം എനിക്ക് ക്ലോത്ത് പാഡ് യൂസ് ചെയ്യില്ലായിരുന്നു. അപ്പോ പക്ഷേ നമുക്ക് കോളേജിൽ പോകുമ്പോൾ അത്ര അങ്ങോട്ട്, അതായത് ഞാൻ ഹോസ്റ്റലിൽ നിന്നാ പഠിച്ചേ, അപ്പോ അത്ര അങ്ങോട്ട് നമുക്ക് മറ്റേ ഇൻസിനേറ്റർ ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ പേപ്പറിൽ പൊതിഞ്ഞ് അവിടെ പ്രോപ്പർ ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു ബക്കറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പൊ അതിൽ നമ്മൾ പ്രോപ്പർലി കൊണ്ട് ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞ് പ്രോപ്പർലി അതിന്റെ വേസ്റ്റ് മാനേജ്മെന്റ് അവർ ചെയ്തോളും. അപ്പം പിന്നെ നമുക്ക് അത്ര പ്രശ്നം വരുന്നില്ല. അപ്പൊ അത്ര നാള് ക്ലോത്ത് പാഡ് യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് സാനിറ്ററി പാഡ് യൂസ് ചെയ്തപ്പോ എനിക്ക് അത് ശരിക്കൊരു വാവ് ഫീൽ ആയിരുന്നു. കുറച്ചുകൂടി എളുപ്പമായി എനിക്ക് മെയിൻറ്റെയിനിങ് ആ ഒരു ടൈമില്. അപ്പോഴൊക്കെ എനിക്ക് നല്ല വയറുവേദനയുണ്ട്. ഈവൻ എന്റെ പീരീഡ് സൈക്കിളിൽ ഫസ്റ്റ് 2 ദിവസം ഭയങ്കര വയറുവേദനയാണ്. ആൻഡ് ഞാൻ വയറുവേദനയ്ക്ക് ഗുളിക കഴിക്കും എന്റെ വയറുവേദന മാറാൻ. എനിക്ക് അത്ര വയറുവേദനയാണ്. അതത്ര നല്ല കാര്യമില്ല എന്ന് എനിക്കറിയാം. പക്ഷെ സ്റ്റിൽ ഇപ്പോ ഈവൻ നൗ ഞാൻ എന്റെ വയറുവേദനയ്ക്ക് ഗുളിക കഴിക്കും. അല്ലാണ്ട് എനിക്ക് ഒട്ടും പിടിച്ചെടുക്കാൻ പറ്റില്ല. അത്ര വയറുവേദന. എനിക്ക് മൂഡ് സ്വിങ്സ് കമ്പാരിറ്റീവ്ലി പീരീഡ്സ് ടൈമിൽ ഭയങ്കര കുറവാണ്. കൂടിപ്പോയ മൂഡ് സ്വിങ്സിന്റെ ഇതിൽ വരുന്നത് എനിക്ക് പെട്ടെന്ന് കരച്ചിൽ വരും. അതൊഴിച്ചാൽ മൂഡ് സ്വിങ്സിലും വലിയ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും വരാറില്ല. അപ്പൊ ഇങ്ങനെയാണ് പീരീഡ്സിന്റെ നേച്ചർ. അപ്പൊ ഞാൻ ഇങ്ങനെ പോകുമ്പോൾ ആ ഒരു സമയത്ത്, ഞാൻ ലാസ്റ്റ് ഇയർ ഒക്കെ പഠിക്കുന്ന സമയത്ത് മെൻസ്ട്രൽ കപ്പ് ഇങ്ങനെ ഭയങ്കരമായിട്ട് എല്ലാവരും പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ആൻഡ് എനിക്ക് മെൻസ്ട്രൽ ആസ് യൂഷ്വൽ എല്ലാവർക്കും ഉള്ള പോലെ എനിക്ക് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാൻ ഭയങ്കര പേടിയായിരുന്നു. ഒന്നാമത്തേത് എങ്ങനെ സൈസ് സെലക്ട് ചെയ്യും, 2 എന്ന് പറയുന്നത് ഇത് എങ്ങനെ കേറ്റും, ഇത് കേറി പോവോ, യൂട്രസിന്റെ ഉള്ളിലേക്ക് കേറി പോവോ, അങ്ങനത്തെ ഭയങ്കര ഡൗട്ട്സ് ആയിരുന്നു. ആൻഡ് ഇത് എങ്ങനെ എടുക്കും, ഇങ്ങനെ പല പല ഡൗട്ട്സും എനിക്ക് ഉണ്ടായിരുന്നു. ആൻഡ് ആദ്യം ഞാൻ മേടിച്ചത് ഫസ്റ്റ് ടൈം എന്റെ മെൻസ്ട്രൽ കപ്പ് പർച്ചേസ് എന്ന് പറയുന്നത് ഞാനൊരു യൂട്യൂബിലെ റിവ്യൂ കണ്ടിട്ട് വാങ്ങിച്ച ഒരു മെൻസ്ട്രൽ കപ്പാണ്. അതിന്റെ ബ്രാൻഡ് ഞാൻ മറന്നുപോയി. അത് വാങ്ങിച്ചിട്ട് അപ്പൊ അതിന്റെ എന്ന് പറയുന്നത് ആ ഒരു ടെയിലും ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഞാൻ മെൻസ്ട്രൽ കപ്പ് ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്റെ ആകെ ഒരെണ്ണേ ഉള്ളൂ. അപ്പൊ അത് കാണിച്ചു തരാൻ പറ്റാത്തത്. ഓക്കെ, അപ്പൊ അതിന്റെ ടെയിൽ എന്ന് പറയുന്നത് കുറച്ചും കൂടിയും ഈ റെക്ടാങ്കിൾ, ഇങ്ങനത്തെ റെക്ടാങ്കിൾ ഷേപ്പ്, ഞാൻ ഫോട്ടോ കാണിക്കാം, ആ ഒരു ഷേപ്പിലുള്ളതാണ് ഞാൻ ആദ്യം മേടിച്ചത്. അപ്പൊ ഇത് മേടിച്ച് ഞാൻ ഇത് ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം ഫുൾ വീഡിയോ ഒക്കെ കണ്ട് സെറ്റ് ചെയ്തിട്ട് ഫോൾഡ് ചെയ്ത് ഞാൻ ഇൻസേർട്ട് ചെയ്യാൻ നോക്കി. ഒരു നിലക്ക് ഇൻസേർട്ട് ആവുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്കിത് കേറില്ല. 2 പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തു, കേറിയില്ല. ഞാൻ ഉപേക്ഷിച്ചു. അത് കഴിഞ്ഞ് എനിക്കൊരു ഫ്രണ്ടിന്റെ കല്യാണം വന്നു. അപ്പൊ എനിക്ക് പോയി അന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം തിരിച്ചു വരണം. അപ്പൊ ഫ്രണ്ടിന്റെ വീട്ടിൽ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് പീരീഡ്സും ആണ്. അപ്പൊ ഞാൻ പാഡ് വെച്ചിട്ട് പോയാ ഓൾറെഡി അത് കല്യാണ വീടാണ്. അവിടെ ഇനി പാഡ് ഡിസ്പോസ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ക്ലോത്ത് പാഡും എനിക്ക് യൂസ് ചെയ്യാൻ അവിടെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് മെൻസ്ട്രൽ കപ്പ് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ മെൻസ്ട്രൽ കപ്പ് വെക്കാന്നുള്ളത് എനിക്ക് അപ്പൊ ഭയങ്കര നീഡഡ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറി. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് 2-3 വീഡിയോ കണ്ട് കുറെ കാര്യങ്ങളൊക്കെ നോക്കി ഞാൻ എന്ത് ചെയ്ത് ഫോൾഡിന് പകരം മറ്റേ ഫോൾഡിന് എന്താ പറയുക, നാരോ ഫോൾഡെന്നോ, ഈ ഒരു ടൈപ്പ് ഫോൾഡാണ് ഞാൻ പിന്നെ ചെയ്തത്. ആ ഫോൾഡ് എനിക്ക് കറക്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ആയി. ആൻഡ് മെൻസ്ട്രൽ കപ്പ് എനിക്ക് കയറി. അപ്പൊ ഞാൻ അത് യൂസ് ചെയ്തിട്ട് കല്യാണത്തിന് പോയി. എനിക്ക് വളരെ എളുപ്പമായിരുന്നു. അവിടെ ആയാലും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഞാൻ തിരിച്ചു വന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ മെൻസ്ട്രൽ കപ്പാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് അത് ഉണ്ടാക്കുന്ന കൺവീനിയൻസ് ഭയങ്കരമാണ്. നമുക്ക് ആ ഡിസ്പോസൽ എന്ന് പറയുന്ന പരിപാടി തന്നെ മാറിക്കിട്ടി. ആകെ കൂടി മെൻസ്ട്രൽ കപ്പിനെ നമ്മൾ നന്നായി ടേക്ക് കെയർ ചെയ്താൽ മാത്രം മതി. അത് ഭയങ്കര അടിപൊളിയാണ്. ആൻഡ് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അത് സ്റ്റെറിലൈസ് ചെയ്യണം. ഒന്നെങ്കിൽ സ്റ്റെറിലൈസർ മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ തിളച്ച വെള്ളത്തിലിട്ട് നന്നായി തിളപ്പിക്കുക. ഓറൽസ് ഇനിയിപ്പോ തിളപ്പിക്കാനും പറ്റിയില്ലെങ്കിൽ നല്ല വെള്ളം നന്നായി തിളപ്പിച്ചിട്ട് അതായത് മെൻസ്ട്രൽ കപ്പ് ഇട്ട് തിളപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ വെള്ളം തിളപ്പിക്കുക. എന്നിട്ട് ഒരു കണ്ടെയ്നറിൽ മെൻസ്ട്രൽ കപ്പും ഈ വെള്ളം കൂടി ഇട്ടിട്ട് കുറച്ചു നേരം അടച്ചു വയ്ക്കുക. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അത് സ്റ്റെറിലൈസ് ചെയ്യണം.
ആൻഡ് ആദ്യം ഞാൻ പറഞ്ഞല്ലോ ഞാൻ യൂസ് ചെയ്തായിരുന്നത് ഈ ഒരു ടിപ്പ് വരുന്ന ടൈപ്പ് ഓഫ് മെൻസ്ട്രൽ കപ്പാണ്. ആൻഡ് ഇതിന് എനിക്ക് തോന്നിയ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇടയ്ക്ക് നമ്മുടെ ആ ഒരു വജൈനയുടെ ഭാഗത്ത് ഇതിങ്ങനെ ആ ടിപ്പ് പുറത്തേക്കാണല്ലോ നിൽക്കുക, അത് ഭയങ്കരമായിട്ട് ഒരയുന്നു, അത് ഭയങ്കര ഒരു ഡിസ്കംഫേർട്ട് പോലെ. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചത് എനിക്ക് വെക്കാൻ അറിയാത്തതിന്റെ പ്രശ്നമാണെന്നാണ്. ഞാൻ കുറെ അങ്ങനെ ആലോചിച്ചു, എനിക്ക് വെക്കാൻ അറിയാത്തതിന്റെ ആയിരിക്കും അതിങ്ങനെ ഒരയുന്നു, ഇടയ്ക്കേ ഒരയുന്നുള്ളൂ, ഇടയ്ക്ക് ഒരയുന്നില്ല. പക്ഷെ എനിക്കത് ഭയങ്കര ഒരു ഡിസ്കംഫേർട്ട് ആയിട്ട് മാറി. അപ്പൊ ഞാൻ പുതിയൊരു മെൻസ്ട്രൽ കപ്പ് ട്രൈ ചെയ്തു. അതിന്റെ ടിപ്പ് ഏകദേശം ഇങ്ങനെയായിരുന്നു. ഈ ടിപ്പ് ട്രൈ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ മറ്റേ ടിപ്പിന്റെ പ്രശ്നമായിരുന്നു എനിക്ക് ആ ഒരു ഡിസ്കംഫേർട്ട് ഉണ്ടാക്കിയതെന്ന്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ചും കൂടി നല്ലത് ഇങ്ങനത്തെ ടിപ്പുള്ള മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നതാണ്. ആൻഡ് ടാംപോൺസും യൂസ് ചെയ്യുന്നവരുണ്ട്. ടാംപോൺസ് ഞാൻ യൂസ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് ഇതിനെപ്പറ്റി പറയാൻ അറിഞ്ഞൂടാ. മെൻസ്ട്രൽ കപ്പിന്റെ കേസിൽ നമുക്ക് വളരെ 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 കൺവീനിയന്റ് ആണ്. യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമുക്ക് ആദ്യം പേടിയുണ്ടാവും, ഇത് കേറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ആദ്യം തോന്നും. അത് വളരെ 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 നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുക. ആൻഡ് നമുക്ക് ട്രൈ ചെയ്തിട്ട് വർക്കൗട്ട് ആയില്ലെങ്കിൽ നമ്മൾ അത് നിർത്തണോണ്ട് തെറ്റില്ല. നമ്മുടെ ബോഡിയെ നമ്മൾ ഒന്നിനും ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താണോ കംഫർട്ടബിൾ ആയിട്ട് പറ്റുന്നത് അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എൻ്റെ ഒരു ഫോം ഓഫ് പീരീഡ്സിന് എനിക്ക് മെൻസ്ട്രൽ കപ്പാണ് ഭയങ്കര എന്താ പറയാ കൺവീനിയന്റ്. ആൻഡ് ഡിസ്പോസൽ എന്ന് പറയുന്നത് കുറച്ചുകൂടി ടഫ് ആയിട്ടുള്ള പരിപാടി ആയതുകൊണ്ട് എന്നെ സംബന്ധിച്ച് മെൻസ്ട്രൽ കപ്പ് ഹാൻഡിൽ ചെയ്യുന്നതാണ് എനിക്ക് എളുപ്പം. കിഡ്സിന്റെ ഒരു ഇതില് എനിക്ക് ലാസ്റ്റ് ദിവസം സ്പോർട്ടിംഗ് ആയിരിക്കും. അപ്പൊ സ്പോർട്ടിങ്ങിന് ആക്ച്വലി മെൻസ്ട്രൽ കപ്പ് വെക്കണം എന്ന് തന്നെ ഇല്ല. അതിന് കിട്ടുന്ന സാധനം ലൈനർ ഏകദേശം ഇങ്ങനെ ഇരിക്കും. ഏകദേശം ഇങ്ങനെയാണ് ഇരിക്കുക. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ പീൽ ചെയ്യുക, നമ്മുടെ പാൻറ്റീസിൽ ഒട്ടിക്കുക, യൂസ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഹലോ, എന്റെ പീരീഡ്സ് ടൈമിൽ എനിക്ക് ഭയങ്കര വയറുവേദനയായിരിക്കും. കുറയാനായിട്ട് എനിക്ക് കുറച്ച് യൂസ്ഫുൾ ആയിട്ട് തോന്നിയ വേറൊരു സാധനമാണ് ഇത്. ഇതെനിക്ക് തക്കു കഴിഞ്ഞ വാലന്റൈൻസ് ഡേക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ഇത് കുറച്ച് നല്ലൊരു ഗിഫ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഇത് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എങ്ങാണ്ടാണ് മേടിച്ചത്. കിട്ടുവാണെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. ഏകദേശം 1000+ ആണ് ഇതിന്റെ റേറ്റ് വന്നത്. ഇത് ഹോട്ട് ബാഗിന്റെ വേറൊരു ഇലക്ട്രിക് വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിന് 3 സ്വിച്ച് ഉണ്ട്. ഒന്ന് വൈബ്രേഷനും ഒന്ന് ഹീറ്റും. ഇത് മറ്റേ ചാർജർ ഉണ്ട് കേട്ടോ. ഇത് സാധി ചാർജ് ചെയ്യാം, സി ടൈപ്പ് ആണ്. ആൻഡ് വയറുവേദന എടുക്കുമ്പോൾ ഇത് നമ്മൾ വയറിനെ ചുറ്റി ഇങ്ങനെ കെട്ടി ഇതിനെ ലോക്ക് ചെയ്ത് വെക്കുക. ആൻഡ് ഓൺ ആക്കിയിട്ട് നമുക്ക് ഏതാണോ വേണ്ടത്, അതായത് ടെമ്പറേച്ചർ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ വൈബ്രേഷൻ വേണമെന്നുണ്ടെങ്കിൽ വൈബ്രേഷൻ സെറ്റ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ വയറിന് നല്ല ഒരു കംഫേർട്ട് കിട്ടും. അതായത് ഹോട്ട് ബാഗ് വെക്കുന്ന ആ ഒരു ഫീല് പ്ലസ് ചെറിയൊരു വൈബ്രേഷൻ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് വയറിന് ആ വയറുവേദന എടുക്കുമ്പോൾ കുറച്ച് ആശ്വാസം കിട്ടും. ഇത് ഇങ്ങനെ തന്നെ വെച്ച് കെട്ടി കിടന്നുറങ്ങാം. ഞാൻ അങ്ങനെ തന്നെയാണ് കിടന്നുറങ്ങാറ്. ഹോട്ട് ബാഗ് വെക്കുമ്പോൾ ഞാൻ ഹോട്ട് ബാഗ് യൂസ് ചെയ്തിട്ടുണ്ട്. ഹോട്ട് ബാഗ് വെക്കുമ്പോൾ എനിക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സൈഡിൽ വെച്ചിട്ട് എനിക്ക് കിടന്നുറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇത് എൻ്റെ വയറുവേദന കുറയ്ക്കാൻ നന്നായി ഉപകാരപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്തത്. അപ്പോ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു പീരീഡ്സ് സ്റ്റോറി. നിങ്ങൾക്ക് ഇതുപോലെ പീരീഡ് സ്റ്റോറി ഉണ്ടെങ്കിൽ കമന്റ്സിൽ ഷെയർ ചെയ്താൽ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. ഇത് ഇഷ്ടപ്പെട്ടത് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു. ബൈ.